അപ്പോൾ വനിത ഓണസദ്യയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വെക്കാൻ പോണത് ഒരു അടിപൊളി വെണ്ടക്കായ പച്ചടി. ഈ വെണ്ടക്കായ പച്ചടി വെക്കാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഒബ്വിയസ്ലി വെണ്ടക്കായ വേണം. വെണ്ടക്കായ ഇവിടെ കഴുകി വൃത്തിയാക്കി നുറുക്കി വെച്ചിട്ടുണ്ട്. ഒരു 300 ഗ്രാം വെണ്ടക്കായാണുള്ളത് കേട്ടോ. പിന്നെ തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ തേങ്ങയുടെ 1/4 ഭാഗോളം ഉണ്ട് ഈ ഒരു കപ്പിൻ്റെ ആ ഒരു അളവിനനുസരിച്ച്. അതിൽ കുറച്ച് കടുക് ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, ഒരു 3 പച്ചമുളക് നുറുക്കി വെച്ചിട്ടുണ്ട്. 2 പാത്രങ്ങളിലായിട്ട് സെപ്പറേറ്റ് ആക്കിയിട്ട് തൈര് വെച്ചിട്ടുണ്ട്. അതെന്താ അങ്ങനെ എന്നുള്ളൊരു ചോദ്യം വന്നിട്ടുണ്ടാവും. അതിന് പ്രത്യേകം കാരണമുണ്ട്, അത് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ പറയാം. പിന്നെ ഉപ്പ്, കടുക്, കാശ്മീരി മുളക്. ഈ മുളക് പൊടി കാശ്മീരി മുളകാണ് കേട്ടോ, കാശ്മീരി മുളക് പൊടിയാണ്. കറിവേപ്പില, വറ്റൽ മുളക് അതൊന്ന് ജസ്റ്റ് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കുഞ്ഞുള്ളി വട്ടനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 2-3 വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വെളിച്ചെണ്ണ. ഇത്രയൊക്കെയാണ് നമുക്ക് വെണ്ടക്കായ പച്ചടി ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. അപ്പം ഇനി ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? പാത്രം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് തീ കത്തിക്കാം. അടുപ്പ് കത്തിച്ചു. ഇനി ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് ആദ്യം ഒഴിക്കേണ്ടത്. വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ ഏകദേശം ഒരു 4 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മളൊരു 300 ഗ്രാം വെണ്ടക്കായാണ് എടുത്തിട്ടുള്ളത്. അപ്പം അതിന് പാകത്തിനുള്ള ഒരു കണക്കിലാണ് ഈ വെളിച്ചെണ്ണ ഒഴിക്കണേ. അതായത് ഇതിങ്ങനെ വഴറ്റി വരുന്ന സമയത്തേക്ക് ഇതിൽ എണ്ണ ഇങ്ങനെ ബാക്കിയായിട്ട് നിൽക്കാൻ പാടില്ല. അതാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം. അതുകൊണ്ടാണ് 4 സ്പൂണ്. ഈ ഉരുളി പെട്ടെന്ന് ചൂടാവണോണ്ടേ എണ്ണയും പെട്ടെന്ന് ചൂടായിട്ടുണ്ട്. അപ്പം അതിലേക്ക് നമ്മൾ വെണ്ടക്കായ ഇടാണ് കേട്ടോ. ഇറക്കി വെച്ച എല്ലാതും ഇടുന്നു. ഇതിനെ നമുക്ക് ഇളക്കണം. ഇളക്കി ഏകദേശം ഒന്നെല്ലാം മിക്സ്ഡായിട്ട് വരുമ്പോഴത്തേക്കും കുറച്ച് ഉപ്പ്, സ്വല്പം ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് മതി, അധികം വേണ്ട. കുറച്ച് ഉപ്പ് നമ്മളിട്ടിട്ട് അതും കൂടി ചേർത്തിട്ട് ഇനി ഒന്നും കൂടി വഴറ്റാം. ഇത് വഴറ്റണ സമയത്തുണ്ടല്ലോ നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇതൊരു ബ്രൗൺ കളറിലേക്ക് ആയി മുരിഞ്ഞ് വരണത് വരെ എന്നുള്ളതാണ്. ഇപ്പം നല്ല പച്ച കളറിലാണ് ഇരിക്കണേ. ഇതിൻ്റെ കളറൊക്കെ മാറി നല്ല ബ്രൗൺ കളറിലേക്ക് എത്തണ വരെ നമ്മളിതിനെ വഴറ്റണം. നേരത്തെ പറഞ്ഞ പോലെ ഇത്തിരി ചൂട് കൂടുതലാണ് തോന്നുകയാണെങ്കിൽ സിമ്മ് നമ്മുടെ യുക്തിക്കനുസരിച്ച് ഫ്ലെയിം കുറയ്ക്കുക, കൂട്ടുക. അങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ ചെയ്യേണ്ടതായിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ യുക്തിക്കനുസരിച്ച് ചെയ്യാം. ഏകദേശം ആയിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു സ്വല്പം കൂടി വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാമെന്ന്. അപ്പോൾ ഒന്നും കൂടി ഒരു മുരിഞ്ഞു കിട്ടും, അടിപിടിക്കാതെ. കുറച്ച് അധികം വേണ്ട കേട്ടോ, കുറച്ച് ഒഴിച്ചിട്ട് നന്നായിട്ട് വഴറ്റാം. ഏകദേശം ഒരു 3 മിനിറ്റോളം ആയിട്ടോ ഞാനിപ്പോൾ ഇളക്കാൻ തുടങ്ങിയിട്ട്. ഓൾമോസ്റ്റ് മുരിഞ്ഞ് ആൾ വരുന്നുണ്ട്. പൊടിയാതെ നോക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ടേ. ഞാൻ കുറച്ചൊന്ന് ഫ്ലെയിം കൂട്ടിയിട്ട് ഒരു പൊടിക്കും കൂടി ഇത്തിരി കൂടി മുരിയാൻ വേണ്ടിയിട്ട് എനിക്കിഷ്ടമുള്ളൊരു കളറുണ്ട്. ബ്രൗണായിട്ട് ഇങ്ങനെ വരുന്നത് കാണാനും നല്ല രസമാണ്. അങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്തിട്ട് ഈ മണം ഓഫ് ചെയ്തിട്ട് നമുക്കിത് വാങ്ങി വയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പരിപാടി കഴിഞ്ഞു. അപ്പോൾ നമ്മളിതാ അവിടെ വാങ്ങി വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക അതിവിടെ നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി കുറച്ച് പരിപാടികൾ ചെയ്തിട്ട് ഇതെന്താണ് ചെയ്യേണ്ടതെന്ന് പറയാം. നമ്മളിതാ ചിരവി വെച്ച തേങ്ങ, അതിൽ കുറച്ച് കടുക് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ തൈരും. നമ്മൾ മൊത്തം ഒരു 1.5 കപ്പ് തൈരാണ് എടുത്തത്. അതിലെ പകുതി കപ്പ് അതിലേക്ക് വെച്ചിട്ടുണ്ട്, പകുതി കപ്പ് നമ്മൾ വേറെ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിതെല്ലാം കഴിഞ്ഞിട്ട് വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനാണ്. പിന്നെ പച്ചമുളക്, 3 പച്ചമുളക്. ഇതെല്ലാം കൂടി നമുക്കൊരു മിക്സിയിലേക്ക് അങ്ങോട്ട് ഇട്ടിട്ട് മൊത്തം ഇടാണ്. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരു നാളികേരത്തിൻ്റെ 1/4 ഭാഗം തേങ്ങയാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്.
അത് മൊത്തം നമ്മൾ ഇടണു. അതുപോലെ 1.5 കപ്പിൻ്റെ പകുതി കപ്പ് തൈര് ഒഴിക്കണു. ഇതിൽ നമ്മൾ പച്ചമുളകും കൂടി ആഡ് ചെയ്യണം. 3 പച്ചമുളകാണ് ഉണ്ടായിരുന്നത് കേട്ടോ. എല്ലാം കൂടി ചേർത്ത് നമ്മൾ അരയ്ക്കാണ്. ഒരുപാട് അരയണ്ട, ഏകദേശം ഒരു 3/4 ഭാഗത്തോളം ആവുന്ന പോലെയുള്ളൊരു അരപ്പ് മതി. നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇത് നമ്മൾ എടുത്തിട്ട് നമ്മൾ നേരത്തെ വെണ്ടയ്ക്ക മുപ്പിച്ചില്ലേ, അത് മൊരിയിച്ചില്ലേ, അതിലേക്ക് തന്നെ ഇത് ആഡ് ചെയ്യാണ്. പിന്നെ നമ്മൾ നേരത്തെ മൂപ്പിച്ച് വെച്ച അല്ലെങ്കിൽ മൊരിയിച്ച് വെച്ച നല്ല മൊരിയായിട്ടുള്ള വെണ്ടയ്ക്ക ഇതിലേക്ക് ആഡ് ചെയ്യണു. പിന്നെ ബാക്കിയുള്ള തൈര് കൂടി, ആ തൈര് കൂടി കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യണം. തൈര് ഈ പച്ചടിക്ക് ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. തൈരിലാണ് എല്ലാ കളികളും. നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്യാം, നല്ലതുപോലെ മിക്സ് ചെയ്യാം. കാണാൻ നല്ല ചന്തമുണ്ട്, നല്ല വെള്ള കളറിൽ മുരിഞ്ഞ വെണ്ടക്കായ ഇങ്ങനെ കിടക്കണ കാണാൻ. ടേസ്റ്റ് ഉണ്ടോയെന്ന് നമുക്കൊന്ന് നോക്കാം. ഉപ്പിൻ്റെ കുറവുണ്ട്, ഇടാം കുറച്ച്. നമ്മൾ നേരത്തെ വെണ്ടക്കായയിൽ ഉപ്പ് ചേർത്തിരുന്നു, അതുകൂടി ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത്. തീ കത്തിച്ചിട്ടില്ല കേട്ടോ, തീ കത്തിക്കാതെ ജസ്റ്റ് ഈ ഉരുളിയിൽ തന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചു എന്ന് മാത്രം. ഇപ്പോൾ പാകമായോ എന്ന് ഒന്ന് രുചിച്ച് നോക്കട്ടെ. ഇപ്പോൾ ഓക്കെ ഉണ്ട്. നമ്മുടെ 1/4 ഭാഗം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത കടമ്പ എന്ന് പറഞ്ഞാൽ നമുക്കിനി ഇതിലേക്ക് വറുത്തിടണം. അപ്പോൾ വറുത്തിടാൻ വേണ്ടി നമ്മൾ റെഡിയാണ്. ഈ കടായിലേക്ക് നമ്മളിനി വെളിച്ചെണ്ണ ഒഴിക്കാൻ പോവാം. വെളിച്ചെണ്ണ ഒരു 5-6 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചുകൊണ്ട് തിരക്കേടില്ല. നല്ലോണം വെളിച്ചെണ്ണ വേണം. നല്ലോണം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൂപ്പായിട്ട് വരുമ്പോൾ നമുക്ക് വറുത്തിടാനുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ റെഡിയാണ്. ആദ്യം നമ്മൾ എപ്പോഴും ഇടുക കടുകാണല്ലോ, കടുക് തന്നെ ഇടാം. ഒരു 1.5 സ്പൂണോളം കടുക് ഇടുന്നുണ്ട്. കടുക് പൊട്ടി വരുമ്പോഴേക്കും വെളുത്തുള്ളി ചതച്ചതും കുഞ്ഞുള്ളി അരിഞ്ഞതും കൂടി ചേർക്കണം. പിന്നെ വറ്റൽമുളക് ഒരു 3 എണ്ണം ഉണ്ടായിരുന്നു, അത് ജസ്റ്റ് പൊട്ടിച്ചിട്ടതാണ്. അതുകൂടി ഇതിലേക്ക് ആഡ് ചെയ്യാണ്. പിന്നെ ആസ് യൂഷ്വൽ നമ്മുടെ ഫേവറേറ്റ് ഒരു പിടി കറിവേപ്പില, അതും ആഡ് ചെയ്ത് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുമ്പോൾ നല്ലൊരു മണം. ഒപ്പം ഒരു സ്വല്പം മുളക് പൊടി ഇതിലേക്ക് ഇങ്ങനെ നമുക്ക് തൂവാം. അതൊരു ഗാർണിഷിങ് പോലെ, അത് ഇതിലേക്ക് ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു കുഞ്ഞി കളറൊക്കെ കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. ഉള്ളി മൂത്ത മണവും ഉള്ളി മൂപ്പിക്കുമ്പോൾ ഉണ്ടാവണ മണവും എല്ലാം കൂടി നല്ല രസമുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ആയിട്ട്, എന്നാലും മുളക് ഒരു മൂപ്പാവാത്ത പോലെ ഒരു തോന്നല്. അപ്പം ഞാൻ ഇത്തിരി ഫ്ലെയിം വീണ്ടും കൂട്ടി വെച്ചു. മുളക് ഒരു ബ്രൗണിഷ് കളറിലേക്ക് വരുമ്പോൾ നമുക്കിത് വാങ്ങിയിട്ട് നമ്മൾ പച്ചടിയിലേക്ക് വയ്ക്കാം. യെസ്, മാക്കി ഓഫ് ചെയ്തു. ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, എപ്പോഴും നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് അതിൽ നിന്ന് തന്നെ കുറച്ച് ഇതിലേക്ക് ഇട്ടിട്ട്, എന്താ ഇതിൻ്റെ കൂട്ടൻസ് എന്ന് എനിക്കറിയില്ല, പക്ഷെ ആ താളിച്ച് അതിൽ നിന്ന് അതിലേക്ക് ചേർക്കുമ്പോൾ ഉണ്ടാവണ ഒരു മണവും. ഇതിപ്പോൾ ഞാൻ ഇളക്കിയിട്ടില്ല കേട്ടോ, ഇളക്കാതെ തന്നെ നമുക്കിങ്ങനെ ഒരു 10 മിനിറ്റ് വയ്ക്കാം, അടച്ച് വയ്ക്കാം.
അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ എങ്ങനെയുണ്ട് എന്നുള്ളത്. ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. മിക്സ് ചെയ്തിട്ട് എത്രത്തോളം രുചികരമാണ് ഇത് ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ എന്നുള്ളതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഒരു രക്ഷയില്ല, ഗംഭീരം. പിന്നെ നല്ല ചൂട് ചോറിൻ്റെ കൂടെ പച്ചടി കൂടി കൂട്ടിയിട്ട് നമുക്ക് കഴിക്കാം. ഇനി അപ്പോൾ വനിത ഓണ സദ്യയിൽ അടുത്തൊരു ഡിഷ്, ആ ഡിഷുമായിട്ട് ഞാൻ വരുന്നുണ്ട്. എന്താണെന്നറിയോ? കിച്ചടി.